മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഊണു കഴിക്കാനായി വീട്ടിലെത്തുന്ന ബാലചന്ദ്രൻ കറികളെല്ലാം നന്നായിട്ടുണ്ടെന്നും വൈജയന്തിയുടെ അടുത്ത് നോക്കിയും കണ്ടും നിൽക്കണമെന്നും സഹനശക്തിയുണ്ടെങ്കിൽ എവിടെയും പിടിച്ചു നിൽക്കാമെന്നുമൊക്കെ അലീനയോട് പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തെത്തുന്ന ബാലചന്ദ്രൻ അലീനയെക്കുറിച്ച് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. വളരെ നല്ല കുട്ടിയാ, തൻ്റെ എല്ലാ കാര്യങ്ങളും അറപ്പവും ഒഴിച്ചിലോ കൂടാതെ ചെയ്യുന്നുണ്ടെന്നും മുത്തശ്ശി പറയുമ്പോൾ ബാലചന്ദ്രൻ്റെ മനസ്സും നിറയുന്നുണ്ട്. ബാലചന്ദ്രൻ റൂമിൽ നിന്ന് പോയി കഴിയുമ്പോൾ മുത്തശ്ശി അലീനയെ വിളിച്ച് കാലിനടിയിൽ തലേന വെക്കാനായി പറയുന്നുണ്ട്. ബാലചന്ദ്രന് 2-3 കാടയുണ്ടെന്നറിഞ്ഞ അലീന ആദ്യമേ വലിയ പണക്കാരനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കൈതിക്കൽ വീട്ടിലെ ദഹനക്കാരനായിരുന്നു ബാലൻ്റെ അച്ഛനെന്നും പിന്നാമ്പുറത്ത് വന്നേ ബാലനും ആഹാരം കഴിച്ചിരുന്നുള്ളൂ എന്നൊക്കെ മുത്തശ്ശി പറയണ കേട്ട് പിന്നെന്തിനാ ആ വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടിയെ ബാലചന്ദ്രനെ കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അതൊരു വലിയ കഥയാ, പിന്നീട് പറയാമെന്ന് പറഞ്ഞ് മുത്തശ്ശി അവളെ ഊണ് കഴിക്കാനായി പറഞ്ഞു വിടുക. അവിടെ രേവതിക്കുട്ടിക്കാണേൽ മാമച്ചൻ അവളുടെ സാലറി കൊടുക്കുമ്പോൾ അവളത് ഗ്രേസമ്മയെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നത് കണ്ട് ഗ്രേസമ്മ മാമച്ചനോട് രേവതിക്കുട്ടിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ പറയുന്നുണ്ട്. നമ്മുടെ ചിന്നക്കുട്ടിയാണേൽ ത്യാഗഭവനിൽ നക്ഷത്രവും കേക്കും വാങ്ങിക്കാൻ പോയ അലീന ആൻറ്റിയെയും രേവതി ആൻറ്റിയെയും നോക്കിക്കൊണ്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കാനൊന്നും പോവാതെ വഴിക്കണ്ണുമായി സങ്കടത്തോടെ ഇരിക്കണ കണ്ട് സിസ്റ്റർ വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആരുമില്ലാത്ത സമയത്ത് വൈജയന്തിയുടെ വീട്ടിൽ ദുരിതോഷത്തോടെ എത്തുന്ന ഹരിശങ്കർ അലീനയോടൊരു ബ്ലാക്ക് കോഫി വേണമെന്ന് പറഞ്ഞ് മുകളിൽ പോയി നിൽക്കുക. അലീന കോഫിയുമായി വരുമ്പോൾ അവളെ മുകളിലേക്ക് വിളിച്ച് ചൂടാറാനായി അത് റൂമിൽ കൊണ്ടുവയ്ക്കാൻ പറയും. റൂമിലെത്തുന്ന ഹരിക്ക് അവൾ കോഫി കൊടുക്കുമ്പോഴേക്കും അവൻ അവളുടെ കയ്യിൽ കയറി പിടിക്കുക. എന്താ നിന്റെ ഉദ്ദേശമെന്ന് അലീന ചോദിക്കുമ്പോൾ തനിക്ക് പല ഉദ്ദേശങ്ങളുമുണ്ടെന്ന് ഹരി പറയാ. അത് കൊല്ലപ്പള്ളിയിലെ നടക്കൂ, ഇവിടെ നടക്കില്ലെന്ന് അലീന പറയുന്നു. ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുമെന്ന് പറഞ്ഞ് അലീനയുടെ കയ്യിലെ പിടി മുറുക്കുന്നുണ്ട് ഹരിശങ്കർ. കൈവിടാൻ പറഞ്ഞ് അലീന വലിക്കുന്നതിനിടയ്ക്ക് ആ തിളച്ച ചായ അവൻ്റെ ദേഹത്തേക്ക് തട്ടിമറിഞ്ഞ് താഴെ വീണ് പൊട്ടുക. ആ ശ്രമവും പരാജയപ്പെട്ട അവൻ അലീനയെ ചീത്ത വിളിച്ചുകൊണ്ട് ദേഹവും പൊള്ളി അവിടെ നിറങ്ങി പോകുന്നുണ്ട്. പിന്നീട് തൻ്റെ മോളുടെ ഓപ്പറേഷന് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ വന്ന് സഹായം ചോദിക്കുമ്പോൾ വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞ് അലീന അവരെ പറഞ്ഞേക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ തൻ്റെ കഷ്ടത പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് തട്ടിപ്പാണോന്ന് അലീന ചോദിക്കുമ്പോൾ അവർ തൻ്റെ മോളെ ഡോക്ടർ കാണിച്ച ലിസ്റ്റൊക്കെ എടുത്ത് അലീനയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സ ഫ്രീ ആണല്ലോ എന്ന് അലീന സംശയം ചോദിക്കുമ്പോൾ ഡോക്ടേഴ്സിനും നഴ്സിനും കാശ് കൊടുത്താൽ അവർ നല്ല രീതിയിൽ ചികിത്സിക്കും. ഒരു 5000 രൂപയ്ക്ക് വേണ്ടിയാ താൻ ഈ വീട് തോറും കയറി ഇറങ്ങുന്നത്. അതും കൂടി സംഘടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ മരിച്ചു കളയാ നല്ലത് എന്നൊക്കെ അവർ സങ്കടത്തോടെ പറയണ കേട്ട് മനസ്സലിഞ്ഞ അലീന തൻ്റെ കൈവശമുണ്ടായിരുന്ന കാശെടുത്ത് അവർക്ക് കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുക. ഇതിനെക്കുറിച്ച് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവരുടെ മോൾക്ക് നാളെ ഓപ്പറേഷൻ ആണെന്നും തീരെ ഗതിയില്ലാത്തവരാണെന്നും വീടുതോറും കയറിയിറങ്ങി യാചിക്കുകയാണെന്നും ആരെങ്കിലും കൊടുക്കുമെന്നുമൊക്കെ അലീന സങ്കടത്തോടെ പറയുന്നുണ്ട്. 3000 രൂപയാണ് അലീന കൊടുത്തതെന്നറിഞ്ഞ മുത്തശ്ശി അത്രയും രൂപയൊക്കെ ആരെങ്കിലും കൊടുക്കോ? അവർ നിന്നെ പറ്റിച്ചോന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വേറെ ആരും കൊടുക്കാത്തതുകൊണ്ടാണ് താൻ കൊടുത്തതെന്നും തൻ്റെ കയ്യിൽ അതിരുന്നിട്ട് ഒരു ഗുണമില്ല, ആ മോള് സുഖപ്പെട്ട അതല്ലേ വലിയ കാര്യമെന്നും അലീന ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നിനക്ക് ആ കാശ് ഉപകാരപ്പെട്ടില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ തനിക്കുള്ളത് ദൈവം തരുമെന്ന് അലീനയും. ദൈവം തരുന്നതാണോ നീ പെറുക്കി കൊടുക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മുത്തശ്ശനും മനുചേട്ടനും കൂടി അന്ന് കഴക്കൂട്ടത്തെ ആദ്യമായി തന്നെ കാണാൻ വന്നപ്പോൾ മമ്മിയുടെ കയ്യിൽ കൊടുത്ത കാശായിരുന്നു. മമ്മിയായിരുന്നു തൻ്റെ ദൈവം. ആ കയ്യിൽ നിന്ന് തന്നതൊന്നും പാഴായി പോവത്തില്ല എന്ന് അലീന പറയുമ്പോൾ നിന്റെ നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കുമെന്ന് മുത്തശ്ശി സന്തോഷത്തോടെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മാമച്ചൻ്റെ വീട്ടിൽ ഗ്രേസമ്മ ഫോണിൽ വിളിച്ച് ആരെയോ വഴക്കു പറയണ കേട്ട് ഇത് നോക്കി രേവതിക്കുട്ടി നിൽക്കുന്നുണ്ട്. ഗ്രേസമ്മയോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ മാമച്ചായൻ്റെ പെങ്ങടെ മോൻ്റെ കാര്യം പറഞ്ഞത്. ഇവിടെ താമസിച്ചിരുന്ന കാലത്ത് സ്വന്തം മമ്മിയെപ്പോലും ഇതുപോലെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറഞ്ഞവനാ. കാനഡയിൽ പോയി ജോലിയും പൈസയും ഒക്കെ ആയപ്പോൾ അത് മറന്നു. കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ കുറഞ്ഞത് 2 മണിക്കൂർ മതി, അതിന് പോലും സമയമില്ലെന്നും പറഞ്ഞ് ഗ്രേസമ്മ ദേഷ്യം പിടിച്ച് സോഫയിലിരിക്കുക. ആ സമയത്താണ് രേവതിക്കുട്ടി അടുത്തു ചെന്ന് അവർക്ക് മക്കളില്ലെന്ന് ഗ്രേസമ്മയോട് ചോദിക്കുന്നത്. അവരുടെ ഒരു ഫോട്ടോ പോലും ഇല്ലല്ലോ, ഒരു കാര്യവും പറഞ്ഞും കേൾക്കുന്നില്ല എന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? ഇവിടുത്തെ ജോലിയും ചെയ്ത് ഭക്ഷണം കഴിച്ച് ജീവിച്ചു പോയാൽ പോരെ? ഞങ്ങൾക്ക് മക്കളുണ്ടോ ഇല്ലയോ എന്നത് നീ എന്തിനാ അറിയുന്നേ? നിന്റെ പണിയെല്ലാം തീർന്നെങ്കിൽ എവിടെങ്കിലും പോയി അടങ്ങി ഒതുങ്ങിയിരിക്കേ എന്ന് ദേഷ്യത്തോടെ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ അവിടുന്ന് പോവുക. ഗ്രേസമ്മ വഴക്കു പറഞ്ഞോർത്ത് രേവതിക്കുട്ടി സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് മാമച്ചൻ അങ്ങോട്ട് വരുന്നത്.
എന്താ പ്രശ്നം, നീ എന്തിനാ കരയുന്നെന്ന് ചോദിക്കുമ്പോൾ കൊച്ചമ്മ തന്നെ വഴക്ക് പറഞ്ഞെന്ന് രേവതിക്കുട്ടി സങ്കടത്തോടെ പറയാ. അവൾക്ക് വഴക്ക് പറയാനല്ലേ അറിയത്തുള്ളൂ, അവൾ എന്നെ വഴക്ക് പറയുന്നത് നീ കേട്ടിട്ടില്ലേ, എന്നിട്ട് ഞാൻ കരയുന്നുണ്ടോ എന്നവളെ ആശ്വസിപ്പിച്ചോണ്ട്. പിന്നെ നിനക്കിത് കിട്ടേണ്ടതാ, നീ എനിക്കിട്ട് കുറെ പാറ വെച്ചതല്ലേ, കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ നീ എന്ന് മാമച്ചൻ അവളെ കൊള്ളിച്ചിട്ട് പറയുമ്പോൾ സാരമില്ല, ഞാൻ സഹിച്ചോളാമെന്ന് സങ്കടത്തോടെ പറയാ. നീ തന്നെ സഹിക്കണം, അല്ലാതെ പിന്നെ ഞാൻ സഹിക്കോ. അതൊക്കെ പോട്ടെ, ഗ്രേസമ്മ എന്തിനാ നിന്നെ വഴക്കു പറഞ്ഞേ. സാറിനും കൊച്ചമ്മയ്ക്കും മക്കളില്ലേ, അവരുടെ ഫോട്ടോയൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ചോദിച്ചെന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ നീ എന്തിനാ അതൊക്കെ ചോദിക്കാൻ പോയേ. പിന്നെ നിനക്കറിയാൻ വേണ്ടി മാത്രം ഞാൻ പറയാ, ഞങ്ങൾക്കൊരു മോനുണ്ടായിരുന്നു. 4 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽ അവൻ പോയി. 25 വയസ്സേ ആയിട്ടുള്ളൂ, ഒരേ ഒരു മകനായിരുന്നു. ഫോട്ടോ ഇല്ലാത്തോണ്ടല്ല ഇവിടെ ഒന്നും വെക്കാത്തത്, ഞങ്ങൾക്ക് കാണാൻ വയ്യാത്തോണ്ടാ. ഇനി അങ്ങ് ചെന്നിട്ടേ ഞങ്ങൾ അവനെ കാണുന്നുള്ളൂ എന്ന് സങ്കടത്തോടെ പറഞ്ഞുകൊണ്ട് മാമച്ചൻ അവിടുന്ന് പോകുന്നുണ്ട്. മോൻ്റെ കാര്യവും ഓർത്ത് ടെൻഷൻ അടിച്ച് സങ്കടത്തോടെ കട്ടിലിൽ കിടക്കുകയായിരുന്ന ഗ്രേസമ്മയുടെ അടുത്തേക്ക് രേവതിക്കുട്ടി എത്തുന്നുണ്ടേ. എന്താന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ ഞാൻ അറിയാതെ ചോദിച്ചതാ, ഇനി അങ്ങനൊന്നും ചോദിക്കില്ല, സോറി എന്നും പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ കാല് പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് ഗ്രേസമ്മ അമ്പരപ്പോടെ എഴുന്നേറ്റിരുന്ന് അതൊന്നും സാരമില്ല, ഞാനും അപ്പോഴത്തെ വിഷമത്തിന് ദേഷ്യപ്പെട്ടതാ എന്ന് പറഞ്ഞ് മോൻ്റെ കാര്യം പറയാനായി തുടങ്ങുമ്പോഴേക്കും എല്ലാം സാറ് പറഞ്ഞെന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട്. ഇത് കേട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പോയി ചെയ്തോന്നും പറഞ്ഞ് ഗ്രേസമ്മ അവളെ അവിടുന്ന് പറഞ്ഞയക്കുക. പിന്നീട് കാണിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലെത്തിയ മനു മുത്തശ്ശിയെ കാണാനായി വൈജയന്തിയുടെ വീട്ടിലേക്ക് എത്തുന്നതാ. കടയിലേക്ക് പോവാനിറങ്ങുന്ന ബാലചന്ദ്രൻ മനുവിനെ കണ്ട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി യാത്ര പറഞ്ഞു പോവുക. പിന്നീട് മുത്തശ്ശിയുടെ റൂമിലെത്തുന്ന മനുവിനെ കണ്ട് മുത്തശ്ശിക്കും സന്തോഷമാവുന്നുണ്ട്. എങ്ങനെയുണ്ട് മുത്തശ്ശി, ഇങ്ങോട്ട് മാറിയപ്പോൾ സുഖമാണോ, കാലൊക്കെ എങ്ങനെയുണ്ട്, ഈ പ്ലാസ്റ്ററൊക്കെ അഴിച്ച് നമുക്കൊന്ന് നടക്കണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് മനു ഒരു കസേര എടുത്തിട്ട് മുത്തശ്ശിയുടെ അരികിലിരിക്കുമ്പോൾ അവൻ്റെ വിശേഷങ്ങളും മുത്തശ്ശി ചോദിക്കുന്നുണ്ടേ. നമ്മുടെ അലീന കൊച്ച് എങ്ങനെയുണ്ട്, മുത്തശ്ശിയെ നല്ലോണം നോക്കുന്നില്ലെന്ന് മനു ചോദിക്കുമ്പോൾ പൊന്നു പോലെ നോക്കുന്നുണ്ട്. അവളെ നീ എനിക്ക് കൊണ്ടുതന്നതാ, നീ ചെയ്ത ഏറ്റവും വലിയ പുണ്യം. ഇത് കേട്ട് മനുവിനും സന്തോഷമാവുന്നുണ്ട്. നല്ല കുട്ടിയാടാ അവളെ, എങ്ങനെ അവൾ അനാഥയായി പോയെന്നാ ഞാൻ ചിന്തിക്കുന്നത്. എന്നാ നല്ല സ്വഭാവമെന്നറിയോ, നല്ലൊരു കുടുംബത്തിൽ ജനിച്ച പെണ്ണായിരുന്നെങ്കിൽ എന്നും പറഞ്ഞ് നിർത്തി മുത്തശ്ശി മനുവിനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ടേ. എന്നാ നിർത്തിയേ, പറ പോരട്ടെ. ഇത് കണ്ട് എന്നാ പോരട്ടെന്ന് എന്ന് മുത്തശ്ശി പിണക്കത്തോടെ ചോദിക്കുമ്പോൾ മനസ്സിലിരിപ്പെന്ന് മനുവും പറയുന്നുണ്ട്. ഒന്നുമില്ലെന്ന് മുത്തശ്ശി വീണ്ടും പറയുമ്പോൾ എന്തോ ഒന്ന് മനസ്സിൽ വന്നു, ഒളിച്ചു വെക്കാതിങ്ങ് പറ എന്ന് മനു കൂടി നിർബന്ധിക്കുമ്പോൾ പറയട്ടെ, ചുമ്മാ പറയുവാണേ. അതെ, നിനക്ക് ഇത്രയും ചേരുന്ന ഇത്രയും നല്ലൊരു പെങ്കൊച്ചിനെ വേറെ കിട്ടാനില്ല എന്ന് മുത്തശ്ശി സന്തോഷത്തോടെ പറയണ കേട്ട് മനസ്സിലായി, ഇവിടെ കിടന്ന് എന്തൊക്കെ ആലോചിച്ചു കൂട്ടുന്നേ എന്ന് അതിയായ സന്തോഷത്തോടെ മനു ചോദിക്കുമ്പോൾ പക്ഷെ നമുക്ക് പറ്റില്ലല്ലോ, ആരോരുമില്ലാത്ത ഒരു അഗതിയായി പോയില്ല ആ കുട്ടി എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വിഷമത്തോടെ അതോർത്തിരിക്കുമ്പോൾ അതെ, ആരോരുമില്ലാത്തവർക്കല്ലേ ആരെങ്കിലും വേണ്ടത് എന്നവൻ പറയണ കേട്ട് മുത്തശ്ശി ആശ്ചര്യത്തോടെ എന്താ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. ചമ്മല് മാറ്റാനായി മനു അവിടെ നിന്നിട്ട് എവിടെ കക്ഷി കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് വൈജയന്തി 1 മിനിറ്റ് ഇരിക്കാൻ അനുവദിക്കത്തില്ല. അമ്മ പോരുപോലൊരു പോരാ അവളോട് എന്ന് മുത്തശ്ശി പറയണ കേട്ടെ. അതെന്താ മുത്തശ്ശി അങ്ങനെയെന്ന് മനു ചോദിക്കുക. അവളോട് അഭിപ്രായം ചോദിക്കാതെയല്ലേ നീയും കുഞ്ഞിരാമേട്ടനും അവളെ പോയി കണ്ടത്. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ബാലനെ കൂട്ടി പോണെന്ന് പറഞ്ഞപ്പോഴും ജയമോള് വേണ്ടാന്ന് പറഞ്ഞതല്ലായിരുന്നോ. അതൊന്നും അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശന്റെ അന്ത്യാഭിലാഷമല്ലായിരുന്നോ, അതുകൊണ്ടല്ലേ താൻ വാശി പിടിച്ചതെന്ന് മനുവും ചോദിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അവളെ കൂട്ടിക്കൊണ്ടു പോരാൻ പോയതും അവൾക്ക് അത്ര പിടിച്ചിട്ടില്ല. വേറൊരു കാര്യം കൂടിയുണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശി മനുവിനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിരുത്തുന്നുണ്ട്. അവളുടെ തൊലിവെളുപ്പും ജയമോക്ക് തീരെ രസിച്ചിട്ടില്ല. വൈജയന്തിയുടെ മക്കളെക്കാളും അലീനയല്ലേ നല്ലത് കാണാൻ. പറയുന്നുണ്ട് നീ വേറൊന്നും വിചാരിക്കില്ലെന്ന് മുത്തശ്ശി പറയുമ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ലെന്ന് മനു പറയാ. അവൾ അതും നോക്കുമെടാ. അലീന നല്ല ഡ്രസ്സിട്ട് വീടിന്റെ മുമ്പിൽ നിൽക്കണ കണ്ട വേലക്കാരിയാണെന്ന് ആരെങ്കിലും പറയോ. ഈ വീട്ടിലെ മോളാണെന്നല്ലേ തോന്നത്തുള്ളൂ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് ശരിയാണെന്ന് മനുവും സമ്മതിക്കുന്നുണ്ട്. അതും ജയമോക്ക് പ്രശ്നമാ, വേലക്കാരിയെ കണ്ട വേലക്കാരിയാണെന്ന് തോന്നണമെന്ന് അവൾ പണ്ടേ പറയുമായിരുന്നു എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്ന് വെച്ച് അലീനയുടെ മുഖത്തിപ്പോ കരിവാരി തേക്കാൻ പറ്റുമെന്ന് മനു ചോദിക്കാം. അങ്ങനെ പറ്റത്തില്ലാത്തോണ്ട് ജയമോളിപ്പോ ആക്ഷേപം അവഗണന നിന്ദയും എല്ലാം കൂടി കലക്കി കരിയാക്കി അവളുടെ മേലെ തേച്ചോണ്ടിരിക്കുക എന്നൊക്കെ മുത്തശ്ശി വൈജയുടെ അലീനയോടുള്ള പെരുമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കഷ്ടമാണെന്ന് മനുവും പറയുന്നുണ്ട്. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവൾ അതേ ചെയ്യത്തുള്ളൂ, നല്ല വാശിക്കാരിയാ
എന്ന് മുത്തശ്ശി പറയുമ്പോൾ ഈ മുത്തശ്ശിക്ക് എങ്ങനെയാ ഇത്രയും നെഗറ്റീവുള്ളൊരു മോളുണ്ടായത്? അതാണ് അതിശയം. ശരിക്കും ആൻറ്റിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോയെന്ന് മനു ചോദിക്കുന്നുണ്ടേ. എന്നോട് നല്ല സ്നേഹമാ, സത്യം പറഞ്ഞ അവളൊരു പാവാ, കുറച്ച് അഹങ്കാരമുണ്ടെന്നേ ഉള്ളൂ എന്ന് മുത്തശ്ശി പറയുമ്പോൾ ശരിയാ, ദേഷ്യം വന്നാൽ കത്തിയെടുത്ത് കുത്തിക്കൊല്ലുമെന്നേ ഉള്ളൂ. പക്ഷെ ആള് പാവാ എന്നും മനു കളിയാക്കി പറയണ കേട്ടെ പോടാ അവിടുന്ന്, അവൻ്റെ ഒരു ഉപമ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവനിട്ടൊന്ന് കൊടുക്കുന്നുണ്ടേ. അപ്പോഴേക്കും നമ്മുടെ അലീന മുത്തശ്ശി മുത്തശ്ശി കാണാൻ നല്ലൊരു മുത്തശ്ശി എന്ന് പാട്ടും പാടിക്കൊണ്ട് മുത്തശ്ശിയുടെ റൂമിൻ്റെ വാതിൽ തുറക്കുമ്പോഴേക്കും മുന്നിൽ നിൽക്കണ മനുവിനെ കണ്ട് നാണത്തോടെ നിൽക്കുന്ന അലീനയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.